മോഡലാകണമെന്നാണ്. പക്ഷേ നീ എന്നെ ആദ്യം കാണുവാണോ? ദൈവത്തെ വിശ്വാസമില്ലല്ലേ? ദൈവം ഉണ്ടോ ഉണ്ടോന്നറിയത്തില്ല. ചോദ്യങ്ങളാ അല്ലയോ? അച്ഛന് വേണ്ടായോ? വേണ്ട. പക്ഷെ യേശുവിന് വേണം. നിന്നെ മോഡലാകണമെന്നാണ് ആഗ്രഹം. ആണോ? ആണ്. മോഡലിന്റെ പ്രാക്ടീസിന് പോയോ? പോയി. മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു മോഡലാവണമെന്ന്. യേശു എന്നോട് പറയുവാ, വീടില്ല. ഉണ്ടോ? ഇല്ല. നിനക്ക് വീട് തരും ദൈവം. അടിസ്ഥാനപ്പെട്ട സ്വന്തമായിട്ടൊരു വീട് തരാൻ പോവാ. നീ ആളുമാറാൻ പോവാ. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ നിന്റെ കുടുംബത്തിനകത്തൊരു ദൈവത്തിന്റെ കരം ഇറങ്ങി വരാൻ പോവാ. സഭയൊന്ന് കൈയടിക്കാൻ പറ്റുന്ന സകല ദൈവത്തിന്റെ മക്കളും കൂടെ ഇന്ന് രാവിലെ യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. മോനെ, കഴിഞ്ഞ ദിവസം കട്ടപ്പന ഒരു ആരാധന നടക്കുക. അന്നത്തെ ആരാധനയിൽ റോഡിൽ നിന്ന് ആൾക്കാർ കയറി വന്നു ആരാധന കാണാൻ. അത്ര ദൈവം ഇറങ്ങി വന്ന ആരാധനയിൽ അവിടെ ഒരു നിന്നെപ്പോലൊരു ചെറുക്കനെ ഞാൻ വിളിച്ചു. അവന്റെ പെറ്റ തള്ളയ്ക്ക് അവനെ വേണ്ട. പെറ്റ തള്ള പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്ത് എൻ്റെ മോൻ മരിച്ചുപോയെന്ന്. പക്ഷെ ഞാൻ അവിടെ നിന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞു, അവൻ ഹിന്ദുവാ. അവൻ അവിടെ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു യേശു ദൈവമാണെന്ന്. ആകാശേ, നീ ഇവിടെ വന്ന് നിൽക്കുന്നത് ഒത്തിരി ചോദ്യത്തോടു കൂടെയാ. നീ പുറത്ത് ചിരിക്കുന്നേ ഉള്ളൂ. നിനക്കൊരു സമാധാനവും നിന്റെ മനസ്സിലില്ല. നീ ദൈവത്തോട് ചോദിക്കുക, തമ്പുരാനെ, എൻ്റെ ബാല്യപ്രായം അനാഥമായി പോയി. അപ്പൻ്റെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ദൈവം എന്നോട് പറയുക, അപ്പനെ പോലും അമ്മയെ പോലും നിന്നെ സ്നേഹിക്കാൻ യേശു നിന്റെ കൂടെ നിൽക്കാൻ പോവാ. ഒരു മിനിറ്റ്. നമ്മുടെ മുമ്പിൽ ആദ്യം കാണുക അല്ലേ? ഈ പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത ചെവി പറയുന്നത് കേട്ടോ. ഞാൻ നിന്നോടൊരു കാര്യം പറയുക. ശരിക്കും നീ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ നീ ഇങ്ങനെ റാമ്പിലൂടെ യാത്ര ചെയ്യുന്ന ഞാൻ കണ്ടേ. അപ്പൊ ഇവർക്ക് റാമ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നറിയാം. റാമ്പിലൂടെ യാത്ര ചെയ്യുന്ന കണ്ടേ. റാമ്പിലൂടെ നടന്നിട്ടുണ്ടല്ലേ? ഉണ്ട്. ഇനി യോഗത്തിന് വരണം. വരുമോ? വരും. മതി. കൈയടിച്ച് സ്വോത്രം പറഞ്ഞു. ഇവിടെ കേറി ഇവിടെ ഇരിക്കുന്നിടം വരെ ഇവന് ചോദ്യങ്ങളായിരുന്നു. പക്ഷേ ഇനിയും ബാക്കി ചരിത്രം പറയട്ടെ. നിന്റെ കാര്യം പറയുന്നതിന് കുഴപ്പമുണ്ടോ? നിന്റെ വീട്ടിൽ അച്ഛനും അമ്മ ഇന്റർകാസ്റ്റ് കല്യാണോ? സത്യം അല്ലയോ? അച്ഛൻ ഹിന്ദു, അമ്മ ക്രിസ്ത്യാനിയും ആണ്. പരിശുദ്ധാത്മാവിനോട് പറയുക, ഒരു സമയം കഴിഞ്ഞിട്ട് അച്ഛൻ നിങ്ങളെ ഇട്ടിട്ട് അങ്ങ് പോയി. ഇന്ന് രാവിലത്തെ ഫോണൊക്കെ ബ്ലോക്ക് ചെയ്തേക്കോണോ? ആണ്. എത്ര നാളായി ബ്ലോക്ക് ചെയ്തിട്ട്? 1 വർഷം. ഇന്ന് വൈകിട്ട് തീരുന്നതിന് മുൻപ് നിന്റെ അപ്പൻ ഫോൺ തിരിച്ചു വിളിക്കും. എല്ലാരും ഒന്ന് കൈയടിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ദൈവത്തിന്റെ മക്കളും കൂടെ ഇന്ന് രാവിലെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറന്നു പോകത്തില്ല. അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറന്നു കളയത്തില്ല. ഇന്ന് രാവിലെ നമ്മെ മറക്കാത്തൊരു ദൈവം. പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഈ കൊച്ചിന്റെ വീട്ടിലേക്ക് ദൈവം ഇറങ്ങി വരാൻ പോവാ. അവന് സ്വന്തമായ ഒരു വീട് ദൈവം കൊടുക്കാൻ പോകുകയാ. അവന്റെ അകത്തെ ചോദ്യങ്ങൾക്ക് ഇന്ന് രാവിലെ ദൈവം ഉത്തരം പറയാൻ പോകുകയാ. കൊച്ചേ, എന്തു പ്രശ്നമുണ്ടെങ്കിലും യേശുവിന് വേണ്ടി ജീവിക്കണം. ജീവിക്കോ? ജീവിക്കും. ഉറപ്പല്ലേ? ഇപ്പൊ ദൈവം ഉണ്ടെന്ന് ഉറപ്പായില്ലേ? ഉറപ്പായി. മതി. കൈയടിച്ചു ഒരാമയും പറഞ്ഞോ. എന്നോട് കർത്താവ് പറയുക, ഇന്ന് തൊട്ട് 1 by 1 നീ മാറാൻ പോവാ. നിന്റെ ജീവിതം മാറിയിരിക്കും.
ഇന്നേക്കൊരു 3.25 വർഷത്തിനകത്ത് നിനക്ക് സ്വന്തമായ ഒരു വീട്ടിൽ നീ കിടന്നുറങ്ങിയിരിക്കും. ആ വീട് ബേഥേലാകും. ആ വീട്ടിൽ യേശു ഇറങ്ങി വരും. നീ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറും. ദൈവം നിന്നെ ഒരു സ്ഥലത്ത് തിരികെ കയറ്റും. നിന്റെ അച്ഛൻ നിന്റെ കൂടെ ഉണ്ടാകും. നിങ്ങൾ ദൈവത്തെ സേവിക്കും. ഒന്ന് കൈയടിച്ച് ആദരം തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ദൈവമക്കളോ ഈ രാവിലെ യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്നൊന്ന് ചേർന്ന് ഞങ്ങളെല്ലാരും കൂടെ ഇന്ന് തൊട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങും. എല്ലാരും പ്രാർത്ഥിക്കുമല്ലോ അല്ലേ? യേശുവിന് വേണ്ടി ജീവിക്കണം. ജീവിക്കുമോ? ജീവിക്കും.